ഹലോ ഗായ്സ്, പി കെ ഫാമിലി സി കെ എം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചിക്കൻ സോസേജ് കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. സാധാരണ സോസേജ് കൊണ്ട് സാൻഡ്വിച്ചുകളാണ് കൂടുതലായി ഉണ്ടാക്കുന്നത്. നമ്മൾ അത് നമ്മുടെ സ്റ്റൈലിൽ ഒരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അതിനായി ഇന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 kg ഒരു പാക്കറ്റാണ്. അത് ചെറുതായി കഷ്ണങ്ങളായി കട്ട് ചെയ്ത ശേഷം നന്നായി വാഷ് ചെയ്യുക. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതിനെ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് തിക്കായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോസേജിൽ കുറച്ച് ഉപ്പുണ്ടാവും, പിന്നെ മസാലയിലും നമ്മൾ ഉപ്പിടും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായി നമ്മൾ റോസ്റ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. സവോള ഒരു 4 എണ്ണം, തക്കാളി ഒരു 4 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അല്പം. അപ്പോൾ അത് റോസ്റ്റ് ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ സവോള ഇട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക, ബ്രൗൺ കളർ ആവുന്നത് വരെ. ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഒരുമിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും അതിനെ നന്നായിട്ട് വേവിക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇടാം. അതിനായിട്ട് ഞാൻ ചെറിയ ബോൾ എടുത്തിട്ട് ആദ്യമേ മസാല എല്ലാം അതിൽ ഇട്ട് വെക്കാറാണ് പതിവ്. ആദ്യമായിട്ട് വേണ്ടത് മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല ആവശ്യത്തിന്. ഉപ്പും കൂടി ഇട്ട് ഇത് മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. മസാലയുടെ പച്ചമണം പോകുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് വീണ്ടും നന്നായി ഇളക്കി ചേർക്കുക. തക്കാളി മസാലയിൽ നന്നായി കുക്കായി എന്നതാകുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വെക്കാം. അടുത്തതായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. തുടക്കത്തിൽ നമ്മൾ ആദ്യം ചിക്കൻ സോസേജ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് കാരണം അത് മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. പിന്നെ അവസാനം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് അപ്പോൾ നല്ല ചൂടുണ്ടാവും. ഈ മസാലയുമായി ചേരുമ്പോൾ അപ്പോൾ ആ ചൂടും നല്ല ടേസ്റ്റിയായി വരും. അല്ലെങ്കിൽ ഇത് ഫസ്റ്റായി എടുത്ത് വരുമ്പോൾ ഇത് നന്നായി തണുത്തിരിക്കും. അപ്പോൾ അതിന് കുറച്ച് സ്വാദ് കുറവാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ഇത് സോസേജ് ലാസ്റ്റാണ് വറുത്തെടുക്കുന്നത്. എന്നിട്ട് സോസേജ് വറുത്തെടുത്ത ശേഷം ഈ മസാല ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ സോസേജ് റോസ്റ്റ് റെഡിയായി. ഈ റോസ്റ്റ് അല്ലാതെയും ഇത് സോസേജ് വറുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെയും കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് നന്നായി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഈ സോസേജ് വറുക്കുമ്പോൾ ഇത് വെന്തോന്നറിയാൻ അത് കുറച്ചൊന്ന് പൊങ്ങി വരുമ്പോൾ ഏതാണ്ട് അത് വെന്ത പോലെയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇത് പൊരിച്ചു വെച്ച് കഴിഞ്ഞാൽ. സൂപ്പർ. സൂപ്പർ.
ഗൾഫിലൊക്കെ ഇത് ബാച്ചിലേഴ്സ് റൂമിൽ അധികമായി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയപ്പോൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അതിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. ഇനിയും ഇതുപോലുള്ള റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരാം.